പ്രിയമുള്ളവരെ, ഒരുപാട് ടോക്കുകൾ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ബട്ട് ഇതിപ്പോൾ ചെയ്യുവാണ്. ഓക്കെ. ടെസ്റ്റ് ഫസ്റ്റ് അനോയിൻറ്റിങ് ആണ്. അനോയിൻറ്റിങ് കഴിഞ്ഞിട്ട് ടെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് റിജക്ഷൻ, അത് കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അനോയിൻറ്റിങ്, ടെസ്റ്റ്, റിജക്ഷൻ, അപ്പോയിൻമെൻറ്റ്, ഈ സ്റ്റേജുകളിലൂടെയാണ് ഒരു വ്യക്തി കടന്നു പോകുന്നത്. യേശു ക്രിസ്തു ജോർദാനിൽ മാമ്മോദീസ സ്വീകരിക്കുന്നു, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നു. തുടർന്ന് അപ്പോൾ തന്നെ ലൂക്കയുടെ സുവിശേഷം 5-ാം അധ്യായം ആരംഭിക്കുകയല്ല. ഈശോ ഗലീലി കടൽ തീർത്ത് പോയിട്ട് വഞ്ചിയിലിരുന്ന് സുവിശേഷം പ്രസംഗിക്കുകയല്ല. മാമ്മോദീസ കഴിഞ്ഞാൽ, മാമ്മോദീസ അനോയിൻറ്റിങ് കഴിഞ്ഞാൽ അനന്തരം മരുഭൂമിയാണ്. ടെംപ്റ്റേഷൻ അഥവാ ടെസ്റ്റ്. ടെംപ്റ്റേഷനും ടെസ്റ്റും ഒന്ന് തന്നെയാണ് കേട്ടോ. ഈശോ ഗത്സമനിൽ വെച്ച് പറഞ്ഞതെന്താ? നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ എന്നാണോ, അതോ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാനാണോ പറഞ്ഞത്? രണ്ടും ഒന്ന് തന്നെയാണ്. പ്രലോഭനവും പരീക്ഷയും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ആദ്യം അനോയിൻറ്റിങ്, അത് കഴിഞ്ഞ് ടെസ്റ്റ്, അത് കഴിഞ്ഞ് റിജക്ഷൻ. ഈശോയ്ക്ക് ഗലീലിയിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അവിടെ അടിയായി, അവിടെ ഒരു റിജക്ഷൻ, ഈശോയെ പുറത്താക്കി, റിജക്ഷൻ. തുടർന്ന് അപ്പോയിൻമെൻറ്റ്, ഈശോയ്ക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയ ഈശോ കടൽ തീരത്ത് വഞ്ചിയിൽ നിന്നും കരയിൽ നിന്നും അകന്ന് സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ അനോയിൻറ്റിങ്, ടെസ്റ്റ്, റിജക്ഷൻ, അപ്പോയിൻമെൻറ്റ്. വിശുദ്ധ പൗലോസ്ലീഹയുടെ ജീവിതം നോക്കിയാലും ഫസ്റ്റ് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന സാവൂൾ, അനോയിൻറ്റിങ്, അതായത് എൻകൗണ്ടർ ഉണ്ടാകുന്നു. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റാണ്, മരുഭൂമിയിലാണ്. 7-14 വർഷം മരുഭൂമിയിലാണ്, ടെസ്റ്റ്. പിന്നെ റിജക്ഷൻ ഒരുപാട് കിട്ടുന്നു. എവിടെ റിജക്ഷൻ? യഹൂദരുടെ മുൻപിൽ റിജക്ഷൻ. യഹൂദർ പൗലോസിനെ അങ്ങോട്ട് പുറത്താക്കാൻ നോക്കുക, റിജക്ഷൻ. തുടർന്ന് പൗലോസ് വിജാതീയരുടെ അടുക്കലേക്ക് പോകുന്നു. ഇതാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ പൗലോസിന് അപ്പോയിൻമെൻറ്റ് കിട്ടി. എവിടേക്ക്? വിജാതീയരുടെ പക്കലേക്ക്. അപ്പോൾ ഇത് മറന്നു പോകല്ല. അനോയിൻറ്റിങ് കഴിഞ്ഞാൽ ടെസ്റ്റ്. പ്രത്യേകിച്ച് ധ്യാനിക്കാൻ വരുന്നവരെ, ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ പോയ അപ്പം തന്നെ എന്താരംഭിക്കും അവർക്ക്? ടെസ്റ്റ്, പരീക്ഷ. അതായത് ധ്യാനത്തിലൂടെ ലഭിച്ച അഭിഷേകം കർത്താവ് പരീക്ഷിക്കും. ഓക്കെ.